ഓണത്തിന് മുൻപ് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന മന്ത്രി ജി.ആർ. അനിൽ. നാളെ കൊച്ചിയിൽ പ്രത്യേക യോഗമുണ്ട്. അതിനുശേഷം ചിത്രം വ്യക്തമാകും. സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിലൂടെ വെളിച്ചെണ്ണ നൽകുന്നുണ്ടെങ്കിലും വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ പെട്ടുപോകരുതെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും കുറയും. ഇനിയും വില കുറയും. ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് മുമ്പ് നാളെ ഞാൻ എറണാകുളത്ത് സപ്ലൈകോ ഓഫീസിലുണ്ട്. അതിനെ സംബന്ധിച്ച് ആലോചിക്കും. ഇന്ന് 349 രൂപയാണ് സബ്സിഡി റേറ്റ്, 429 നോൺ സബ്സിഡി റേറ്റ്. ആ രണ്ടിനെ സംബന്ധിച്ചും എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച നാളെ വ്യക്തമായി നാളെ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയും. ഇപ്പം കേര വെളിച്ചെണ്ണയുടെ വില അത് അന്ന് ഞാൻ പറഞ്ഞു വീണ്ടും കുറയ്ക്കുന്നു. ഇനിയും ഈ 457 കുറയും. നാളെ അതിന് തീരുമാനം. നമുക്ക് സ്വകാര്യ കച്ചവടക്കാരെ പോലെ അന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് നാളെ അതും തീരുമാനിക്കും. രണ്ടാമത്തെ കാര്യം, വെളിച്ചെണ്ണയുടെ വില വളരെ വില കുറച്ച് ചില കമ്പനികളുടെ വെളിച്ചെണ്ണ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വസ്തുതാപരമായിട്ട് പരിശോധിക്കാൻ നമ്മുടെ തന്നെ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് അത്തരം വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ വീഴരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. വെളിച്ചെണ്ണയുടെ വില വളരെ കുറച്ച് 200 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെളിച്ചെണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി ചിലർ ഇതിൻ്റെ ഇടയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വിടാൻ പാടില്ല. എന്നാൽ യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപ്പാദകരുമായി സംസാരിച്ചും വിപണനക്കാരുമായി സംസാരിച്ച് പരമാവധി വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും.